ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കോട്ടയത്ത് പോവാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. ഇപ്പോൾ രാവിലെ ഒരു 8:45 ഞാൻ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് വേസ്റ്റ് കത്തിക്കാനും ഞാനിങ്ങനെ പ്ലാസ്റ്റിക് നമ്മുടെ ഹരിത ചേച്ചിമാർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ മാറ്റി വെക്കും. അതൊക്കെ ഞാൻ എടുത്ത് താഴെ കൊണ്ടുവച്ചിട്ടുണ്ട്. തുണി അലക്കാറുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്നലെ രാത്രി കുളിച്ചിട്ട് മാറിയത് വരെ ഉള്ളത് ഞാൻ വിചാരിച്ചു അലക്കിയിട്ട് പോയാൽ എനിക്ക് അത്രയും പരിപാടിയെ തിരിച്ചു വരുമ്പം കാണുള്ളൂ. എല്ലാ കാര്യങ്ങളും ഒതുക്കി എനിക്ക് പോകുമ്പം എൻ്റെതായ എല്ലാ ഒതുക്കങ്ങളും കഴിഞ്ഞിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ചെടിയൊക്കെ നനച്ച് സെറ്റാക്കിയിട്ട് അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഡാഡിയോട് നനയ്ക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ വിശേഷങ്ങൾ. അപ്പം ഡാഡി അത് നോക്കിക്കോളൂ. അപ്പോൾ ചെടിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല. നാളെ അല്ല മീൻസ് നാളെ അല്ല, ഇന്നലെ ഞാൻ എല്ലാം ഒഴിച്ചു. സ്റ്റെപ്പിലെ ചെടികൾക്ക് നമുക്ക് എന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല, കാരണം അത് വെള്ളം ലീക്കാവും. ശരിക്കും ഒരു 4-5 ദിവസം കൂടുമ്പോൾ സ്റ്റെപ്പിലെ ചെടിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. എനിക്ക് കൂടുതലും പ്രശ്നം വരിക ബാൽക്കണിയിലെ ചെടികൾ. അതൊരു 1.5 വിട്ട് ഒഴിച്ചില്ലെങ്കിൽ അത് വാടി തളർന്ന് പോകും കേട്ടോ. നമ്മൾ ശബരി എക്സ്പ്രസ്സിനാണ് പോണത്. ഞാനിപ്പം നോക്കിയപ്പം ലേറ്റാണ്, 1.25 മണിക്കൂർ ലേറ്റ് ആണെന്നാണ്. ഓൾറെഡി 11:30-ക്കാണ് ആ ട്രെയിന്. 1.25 മണിക്കൂർ ലേറ്റ് ആണെങ്കിൽ 12:30 കഴിഞ്ഞേ അത് വരുള്ളൂ. അറിയില്ല. ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1.5-2 ആഴ്ചയായി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കേട്ടോ. ഇവരെയും കൊണ്ട് പോകുന്നു. ചാക്കോ ഇപ്പോഴേ പറയുന്നുണ്ട് അമ്മ പൊക്കോ, ഞാൻ അപ്പയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. തോമൂന് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇത് അമ്മയുടെ കൂടെ വരാം. പക്ഷെ അപ്പയ്ക്ക് സങ്കടമാവും, അതൊരു കൺസേൺ ആണ്. ഞാൻ പറഞ്ഞു സാരമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പ വരും എന്നൊക്കെ പറഞ്ഞ്. തോമൂനും പോലെ ചാക്കോ പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര പ്രകടമായിട്ട് തന്നെ കാണിക്കും. അതാണ് പ്രശ്നം. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ലോഞ്ചാനാണ് ഡ്രോപ്പ് ചെയ്യുക. അപ്പം എന്താകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ കാര്യത്തിൽ. ഓൾമോസ്റ്റ് എൻ്റെ ഒതുക്കം എല്ലാം കഴിഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്നോട് ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് ടെമ്പിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തിരക്കിനിടയ്ക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി വട വാങ്ങിക്കാൻ പോവുമായിരിക്കണം, അറിയില്ല. മമ്മി വിടുമായിരിക്കും. അങ്ങനെ ചാക്കോ എനിക്ക് എന്തെങ്കിലും കാര്യം വളരെ കാര്യമായിട്ട് ചെയ്യാണ്ടെങ്കിൽ ചാക്കോ ഒന്ന് നേരത്തെ എഴുന്നേക്കും. അതുകൊണ്ട് ചാക്കോ എഴുന്നേറ്റ് ഞാൻ ഡോൺ ചാറ്റിനോട് ഇരുത്തിയേക്കാണ് കേട്ടോ. കാരണം എനിക്ക് വേസ്റ്റൊക്കെ കത്തിക്കാൻ പോകുന്നതുകൊണ്ട് അവനെ കൊണ്ട് എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ വേഗം കാപ്പി ഇട്ട് കുടിച്ചു. എല്ലാവർക്കും ഉള്ളത് എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കാര്യവും ഒരു 7 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അലക്കും തീ കത്തിക്കലും ഹരിത ചേച്ചിമാർക്കുള്ളത് മാറ്റി വെക്കലും ഒക്കെ കഴിഞ്ഞു. ചെടി നനയ്ക്കൽ ഞാൻ ഇന്നലെ രാത്രി അവസാനിപ്പിച്ചു, കാരണം എനിക്ക് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് കഴുകിയിടണമായിരുന്നു. പെട്ടെന്ന് നമ്മൾ റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയും ഇലയും വന്ന് അടിയും. എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. മേ ബി റോഡ് സൈഡ് ആയതുകൊണ്ടാവണം പെട്ടെന്ന് ബാക്ക് ടു ബാക്ക് വന്നത്. കാരണം ഞാൻ ജസ്റ്റ് ചെടി നനയ്ക്കാൻ അല്ലെങ്കിൽ തുണി അലക്കിയത് വിരിച്ചിടാനൊക്കെ ആയിട്ടാണ് മോസ്റ്റ്ലി അവിടെ യൂസ് ചെയ്യുക. ചാക്കോ ഉണ്ടെങ്കിൽ പിന്നെ അതും പറ്റില്ല. ചാക്കോ ആണ് പിരി. തോമുനെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളൊരാൾ വേണം. പക്ഷെ ചാക്കോയ്ക്ക് അങ്ങനെയല്ല, വെകിളിയാണ്. വെകിളി എന്ന് പറഞ്ഞാൽ വെകിളിയാണ്. തോമു ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ബെഡ്ഷീറ്റൊക്കെ മാറി. ഇന്നലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് ഫുൾ മാറിയിട്ട് അലക്കിയിട്ടു. അപ്പം ഡോൺ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ ഞാൻ വരുന്നതിന് മുമ്പ് അതൊരു ജോലിയായിരിക്കും. ഇത് ബെഡ്ഷീറ്റ് മാറ്റുക എന്ന് വെച്ചാൽ ചില്ലറ പാടല്ല. അപ്പം ഞാൻ അതൊക്കെ മാറ്റിയിട്ട് അലക്കി വിരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ടുള്ളൂ. കാരണം ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഈ ഇലാസ്റ്റിക് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ഒരു 2-3 ദിവസം കഴിഞ്ഞാലേ അത് ശരിക്കും ഉണങ്ങുള്ളൂ. അപ്പം അതൊന്ന് മടക്കി ഗസ്റ്റ് റൂമിലൊന്ന് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. അവിടുത്തെ റൂമിലെ കാര്യവും ബാത്റൂമൊക്കെ കഴുകിയിട്ടു. അതൊരു സുഖമാണ്. പോകുമ്പോൾ എല്ലാം ഒതുക്കിയിട്ട് കഴുകി കുട്ടപ്പന്മാരാക്കി ഇട്ടിട്ട് പോകുമ്പം അതൊരു സുഖമാണ്. അതൊരു പ്രത്യേകതരം ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെന്താണ്, ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരു 99% കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1-2 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല, ചാക്കോ സമ്മതിക്കില്ല. പിന്നെ ഒളിച്ചും പാത്തും ഒക്കെ പോയാലേ ഉള്ളൂ. എനിക്ക് 2-3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പിന്നെ ഇവർ എഴുന്നേൽക്കുന്നതിനൊക്കെ മുമ്പ് പോയിട്ട് വരാം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്ത് കോട്ടയത്ത് എത്തിയാലും എനിക്കിത് നടത്താൻ പറ്റാറില്ല. കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, ഓണത്തിന് പോയപ്പോഴാണ് ചോമുനെയും കൂട്ടി പോയിട്ട് സിനിമ കണ്ടത്, ലോക സിനിമ കണ്ടത്. അത് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണ്. പ്രാവശ്യം ദൃശ്യമൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൃശ്യത്തിന് ഡേറ്റ് മാറ്റി. പക്ഷെ എനിക്ക് ഒരൊറ്റ സ്ഥലത്ത് മാത്രം പോകണമെന്ന് നിർബന്ധമുണ്ട്.
പക്ഷെ ഞാൻ സ്ഥലം പറയണില്ല, കാരണം പറഞ്ഞു നടക്കാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, നടന്നു കഴിയുമ്പോൾ പറയുകയും കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഷോർട്സിൽ നിന്ന് ഒരു മോചനം കിട്ടി കുറച്ച് ലോങ് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ അതും എത്രത്തോളം നടക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പുറത്ത് പോയില്ലല്ലോ. ഇന്നലെ മമ്മിക്ക് ഡൈ ഇട്ടതാണ്, അപ്പം അതിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ ത്രെഡ് ചെയ്തില്ല, തല കളറ് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതുണ്ടോ, ത്രെഡ് കഴിഞ്ഞിട്ട് ആകെപ്പാടെ എന്തോ പോലെ. എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണ്, എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിവേ, അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. കുറേ പേര് മലയാറ്റൂർ പോയ വിശേഷങ്ങൾ സ്റ്റിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. മലയാറ്റൂർ പോയിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഡിംപിൾ പറഞ്ഞ പോലെ തന്നെ 3-ാം സ്ഥലം വരെ ഡിംപിളിനെ വെച്ചിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, കയറാൻ പറ്റുമോ എന്നുള്ളത്. ഡിംപിളിന് ആകെ വയ്യാണ്ടായി തുടങ്ങിയിരുന്നു. ഡാഡി കുറെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ നിർത്താം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്തായാലും ക്വിറ്റ് ചെയ്യണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കയറി ശീലമുണ്ട്. അവരിത് ഡിംപിൾ ചെറുപ്പത്തിൽ പോയതാണ്. ഡാഡി ഡിംപിൾ കയറണമെങ്കിൽ ഉറപ്പായിട്ടും കയറും. പിന്നെ ഡിംപിളിന് വയ്യാതെ ഡാഡി എന്തായാലും വേണ്ട എന്ന് വെക്കും. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ തന്നെയായിരുന്നു ഡാഡിയുടെ. എന്താ പറയുക, ഡാഡി അത് മുട്ടെത്തിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം ഡാഡിയും 1-ാം സ്ഥലം ആകുന്നതിന് മുമ്പ് ഡാഡിയും തളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കേ പറ്റുന്നില്ല, പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. പക്ഷെ അത് എല്ലാവരും പറയണ പോലെ തന്നെ നമുക്ക് എത്തേണ്ട സമയമാകുമ്പോൾ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട് ഒരു വർഷം പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വർഷം പറ്റി. അപ്പം എൻ്റെ സമയം ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അത് വളരെ ഭംഗിയിൽ കഴിഞ്ഞു. ബോഡി പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഇത്രയും സാഹസികത ചെയ്തിട്ട് അതിൻ്റെതായ ഒരു നാലിലൊന്നും പോലും പ്രശ്നങ്ങളില്ല. അതേ സമയത്ത് നമ്മൾ നടക്കാൻ പോവുകയാണെങ്കിൽ ഭയങ്കര വേദനയും മസിൽ കയറ്റവും ഒക്കെ ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ നല്ലപോലെ ഉറങ്ങി എണ്ണിക്കുക കേട്ടോ. നമ്മളൊരു ഡീപ്പ് സ്ലീപ്പ്. ഞങ്ങളന്ന് വന്നിട്ട് ഒരു 3 മണിയായപ്പോൾ കിടന്നിട്ട് ഞാനൊരു 8:15 എഴുന്നേറ്റു. പക്ഷെ ചാക്കോ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ചാക്കോ റൂമിലുണ്ടായിരുന്നു. അതായത് ഡോൺ ചേട്ടൻ തോമസ് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അവന് മനസ്സിലായി, അപ്പം പോയി എന്ന് മനസ്സിലായപ്പോൾ എഴുന്നേറ്റ്. അപ്പം വേഗം പോയി ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇരുത്തി. കുറച്ചു നേരം കരഞ്ഞു. അവന് മനസ്സിലായി ഞാൻ ഡോർ തുറക്കാൻ പോണില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഇരുന്നു. അപ്പം ഞാൻ ഫോൺ കൊടുത്തു, എനിക്ക് ഉറങ്ങണമല്ലോ. ഫോൺ കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങി. ഒരു 11:30 വരെ കിടന്നുറങ്ങി ഞാൻ. പിന്നെ കുറച്ചു നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കിടന്നിട്ട് എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴെ പോയത്. അവര് സത്യം പറഞ്ഞ മമ്മിയും ഡിംപിളൊക്കെ വിചാരിച്ചിരുന്നത് ഡോൺ ചേട്ടൻ ചാക്കോനെയും കൊണ്ട് ഹബ്ബിൽ പോയി. മമ്മിക്ക് ടെൻഷനായിരുന്നു എന്ന്. തോന്നില്ല, ചാക്കോനെ കൊണ്ട് ഡോൺ എന്താ ചെയ്യുക ഹബ്ബിൽ, അതാണ്. ഞാൻ പറഞ്ഞു അവൻ എവിടെയും പോയിട്ടില്ല, എൻ്റെ കൂടെ എൻ്റെ തല പറിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. അത് മാത്രമേ ഞാൻ പറയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഓടിച്ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല തിളച്ച വെള്ളത്തിൽ കുളിക്കുക, അതോടെ എല്ലാം കഴിയും കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ നടക്കുന്ന ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല. ഇത് നമ്മൾ എന്തിട്ടാ പറയാ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സും പാറയുടെ മണ്ടേ കൂടെ ഒക്കെ കയറിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. അതൊക്കെ ഒരു തരം ഞാൻ എപ്പോഴും പണ്ട് കയറുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഏതെന്ത് ഇങ്ങനെ ഇതിന് പോകുമ്പോൾ മാത്രം ബോഡി പെയിൻ ഒന്നും എടുക്കാത്തതെന്നുള്ളത്. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു കാര്യമായതുകൊണ്ടായിരിക്കണം, എനിക്കറിയില്ല, ദൈവാനുഗ്രഹം അങ്ങനെയൊക്കെ പറയാം. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി കോട്ടയം വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യും. ബൈ. അപ്പോൾ ദേ നമ്മുടെ ചെടിയൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. വെയില് അതികഠിനമായ വെയിലാണ്. ചെടികളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സിറ്റ് ഔട്ടൊക്കെ കഴുകി ചെടിയൊക്കെ നനച്ച് എല്ലാ ഭാഗങ്ങളും നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വെയിൽ അധികമായിട്ട് കൊള്ളുന്ന ഭാഗത്തെ നമുക്ക് പ്രശ്നങ്ങൾ വരാറുള്ളൂ. പിന്നെ ഈ പുൽച്ചെടിയാണ് കുറച്ചും കൂടെ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ ബുദ്ധിമുട്ട് വരിക. അത് ഒന്നിടവിട്ട് നനച്ചാൽ അത് ഓക്കെ ആവും. അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഭയങ്കര വെയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അങ്ങനെ നമ്മുടെ തുണികളെല്ലാം അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. യൂണിഫോം ഇനി വന്നിട്ടേ ഞാൻ എടുത്തു വെക്കുന്നുള്ളൂ, കാരണം ഡ്രൈ വാഷിന് കൊടുക്കണം അത്. ഇവിടെ സ്റ്റഡി ടേബിളിൽ തോമുൻ്റെ സ്കൂളിൽ നിന്ന് റിട്ടേൺ ചെയ്ത ബുക്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ബാഗൊക്കെ ചെയറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്ന ഉടനെ സമ്മർ ക്യാമ്പിന് പോകണ്ട, അതുകൊണ്ട് ബാഗുകളൊന്നും എവിടെയും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ആ കാറിൻ്റെ ബാഗ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചാക്കോനും തോമനും കൊടുത്താണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒതുക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റെപ്പിലെ ചെടികൾ ഒക്കെ ക്ലീനാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം ഒഴിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം അവിടെ നിൽക്കും. പിന്നെ ഇനി വന്നിട്ടൊരു ജോലിയാണ് ഈ യൂണിഫോം ഡ്രൈ വാഷിന് കൊടുക്കുക എന്നുള്ളത്. എല്ലാം അയൺ ചെയ്തിരിക്കുകയാണ്. ഒരു സെറ്റ് മാത്രമേ അലക്കി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ
ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു റൂമാണ് ഈ യെല്ലോ റൂം കേട്ടോ. തോമുനെ കുളിപ്പിക്കുന്നതും ഡ്രസ്സ് മാറ്റിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. ഇത് ഇവർക്ക് ഇന്ന് പോകാനുള്ള ഡ്രസ്സാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം ആയാലും ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ പോണത്. കാരണം വന്ന ഉടനെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് സമ്മർ ക്യാമ്പിന് പോകണമെന്ന്. അങ്ങനത്തെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. തുടച്ചിട്ട് തുണി വിരിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കാണുമ്പോൾ മനുഷ്യന് ഒരു സ്വസ്ഥതയായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള സംഭവം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിനി കോട്ടയത്തെ വിശേഷങ്ങൾ കണ്ട് ആസ്വദിക്കാം.